ഇത് നമ്മളൊരു കണ്ടന്റ് ആക്കി കൊണ്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമ്മൾ തന്നെ മനസ്സൊന്നും മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. 2 ദിവസമായിട്ട് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ഇത് പോട്ടേന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ എന്താ പിന്നെയും പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ നമുക്കിതില്ലേ, ഇത് കൂടെ എങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോകണമെന്ന് പറയാനും അതും അനുഭവിച്ചവർക്ക് അറിയൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ അറിയുള്ളൂ. വാക്കുകൾ കൊണ്ട് ഒരു കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ ആ വ്യക്തിക്ക് പറ്റി. അത് അയാളുടെ ഒരു ജയം തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം ഈ രീതിക്ക് വാക്കുകൾ എഴുതാൻ എന്തായാലും കഴിയുന്നില്ലല്ലോ. അതും അയാളുടെ ഒരു വിജയം തന്നെയാണ്. അപ്പം എന്തായാലും അത് അവസാനിച്ചു. അയാളുടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അത് ശരിയാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണ്ടേ. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും നല്ല ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേ തല വരെ നമ്മൾ പോകുന്നുണ്ട്. അതല്ലാതെ വേറെ രീതിക്ക് നമ്മളെ പറ്റുമാതിരി നമ്മളായിട്ടല്ല, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ഭാഗത്ത് കൂടെ. അപ്പോൾ അത് നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മൾ നേരിട്ട് നമ്മൾ കൊടുത്ത പരാതി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടി വൈകാതെ ആവുന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇനി ഒരു കുടുംബത്തിലെ ഒരാളെ പറയുമ്പോൾ പേടിക്കണം. കാരണം എന്താ വെച്ചാൽ കയ്യിലൊരു ഫോണുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വായെ തോന്നിയത് പറയാ ഒരു കുടുംബത്തിനെ തകർക്കാമെന്ന് ചിന്തിക്കണില്ലേ, അതിനൊരു പേടി വേണം. ആരും എന്തും പറയാന്നുള്ളൊരു ലൈസൻസ് ആക്കരുത് ആരും. കാരണം എന്താ വെച്ചാൽ കാരണം നമ്മൾ ഇന്നത് പറഞ്ഞാൽ ഇന്നോർക്കത് വിഷമാവും, ഇന്നോരതും കൊണ്ട് തകരും എന്ന് തകരണം എന്ന് ചിന്തിച്ചിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് ശരിയാണ്. നമ്മൾ തകർന്നു. ശേഷം അമ്മയ്ക്ക് വയ്യാതെ ഞങ്ങളൊന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല. മക്കൾക്കൊക്കെ പേടി പിടിച്ചു തുടങ്ങി. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് എന്തോ അത് നടന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ശരിക്കും ഞങ്ങൾ വല്ലാണ്ട് പതറിപ്പോയി. കാരണം നമ്മൾ ഒരു വിധത്തിലും നമുക്ക് ഓർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ആവരുതേ എന്നല്ലേ ആഗ്രഹിക്കൂ. ആ രീതിക്ക് ഒരു കമൻറ്റ് എഴുതിയ വ്യക്തിക്ക് എന്തായാലും സൈക്കോന്നൊന്നും അയാളെ വിളിച്ചപ്പോൾ എന്തായാലും സൈക്കോ ആവട്ടെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ പറയില്ല. പക്ഷെ നിങ്ങൾക്കുള്ള വഴി നിങ്ങളായിട്ട് വെട്ടിയിട്ടുണ്ട്. കുഴിയല്ല, വഴി തന്നെ. നിങ്ങൾക്കുള്ള വഴി നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ കമന്റ് ഡിലീറ്റ് ചെയ്താലും ഒന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. എടുത്ത് നിങ്ങൾ എത്തേണ്ട കാര്യങ്ങൾ ഫുള്ളും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഐഡി മാറ്റിയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ മാറ്റിയാലോ ഒന്നും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ കേസിന്റെ വഴികൾ അതിന്റെ എന്താ വെച്ചാൽ നമുക്ക് പറയാൻ പാടില്ല. പക്ഷെ അതിന്റെ വഴികൾ അതങ്ങനെ പോണുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കുരുക്ക് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ വരുമ്പോൾ 2-3 കുരുക്കുകളായിരിക്കും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവുക. ആ രീതിക്കുള്ള നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഈ ഒരു ഫോൺ പിടിച്ച് നിങ്ങൾ ഈ വായ തോന്നിയതൊക്കെ എഴുതി വിടുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു ലോകം ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയില്ല. ഇത് ചെറുതല്ല. നമ്മൾ ഈ 5 ഇഞ്ച് സ്ക്രീനിൽ കാണുന്നത് വലിയൊരു ലോകമാണ്. അതിൻ്റെ വലുപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കാണ്ട് ഒരുപാട്. അതിനുള്ള ബുദ്ധിയും ബോധം ഇല്ലാണ്ടാണ് അതൊക്കെ എഴുതിയിട്ടെന്നുള്ള മനസ്സിലായി. എന്തായാലും ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ടതും കൊണ്ടാണല്ലോ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങൾ കളയില്ലല്ലോ. നിങ്ങൾ 9 കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ 9 കമന്റും 3 കമന്റും നമ്മളെ തീരെ മോശമായ രീതിയിലുള്ള കമന്റുകളും ബാക്കിയുള്ളവരെ പറഞ്ഞ തെറികള് അതറിയാലോ. പിന്നെ അതിന് ലൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 7-8 എണ്ണം. അത് ഞാൻ പറയട്ടെ, 7-8 എണ്ണം. ദുഷിച്ച മനസ്സുള്ളവര് ദുഷിച്ചവരുടെ കൂടെ തന്നെ കൂടുള്ളൂ. അതൊരിക്കലും ചാണകം മണക്കുന്നുണ്ട്. അത് ആ രീതിക്ക് ഉള്ളവർ ആ രീതിയിലൂടെ ചേരൂ. കാരണം നമുക്കൊരു പരാതിയില്ല. ആരുടെ മക്കളായിക്കോട്ടെ, മക്കളെ ഇഷ്ടമില്ലാത്തവരാരുള്ളത്? മക്കളെ ഈ രീതിക്കൊക്കെ മക്കളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണില്ല. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഒരു മനുഷ്യനൊരു ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ നമ്മളിത് എന്താ പറയാന്നറിയോ, കുറേ പേര് വിളിക്കുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലെ കരഞ്ഞു വിളിച്ച അമ്മമാരുണ്ട് ഒരുപാട് പേര്. നമ്മൾ അപ്പോഴാണ് വിചാരിച്ചത് നമ്മൾ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ. നമുക്കൊരു വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി കഴിയാണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറഞ്ഞപ്പോൾ തൃശ്ശൂരുള്ള നിർമ്മല കണ്ടിട്ടോ കാര്യം ഒന്നുമില്ല, ഗുരുവായൂർ പോയി നമുക്ക് വഴിപാട് ചെയ്ത്. അതേപോലെ നമ്മുടെ മക്കൾ എത്ര പേര്. പിന്നെ നമ്മളെ ഒരു ബന്ധവും ഇല്ല. മായ ചേച്ചി, അതേപോലെ തന്നെ സുധ ചേച്ചി, ഇവരൊന്നും നമ്മൾ കണ്ടിട്ട് കൂടിയില്ല. ഒരു എന്താ നേരിട്ട് കാണുമ്പോ പിന്നെന്താ. ഇന്നലെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം ഇപ്പോഴും
ഈ കുഴിയിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ്. പുറമെ ഒരു ലോകം ഇത്രയും വലുതാണെന്ന് അറിയാണ്ട് ഇനി ഈ അതപ്പതിച്ച മനസ്സോടെ അതപ്പതിച്ച മനസ്സോടെ മാത്രം പറഞ്ഞപ്പോൾ ഒരു അസൂയ കൊണ്ട് അങ്ങോട്ട് മനുഷ്യന് ബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ എഴുതുമ്പോ ആലോചിക്കണ്ടേ? നമ്മുടെ ഇതൊക്കെ നാളെ പുറത്തു വരുത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നല്ല. നമ്മുടെ ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്തേക്ക് എല്ലാം അതിന് പുറത്താണ്. നമ്മുടെ കയ്യിൽ ഫോൺ മാത്രമല്ല, അതിന് നിയന്ത്രണം ഫുള്ള് പുറത്താണ്. പിന്നെ അതിൽ കമന്റ് എഴുതിയിടുന്ന പോലെ ഇല്ല. അത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കുറച്ചൊക്കെ ആലോചിച്ചിട്ട് എന്തെഴുതുമ്പോഴും നല്ലതായാലും ചീത്തയായാലും അതെല്ലാവരും കാണുന്നല്ലേ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. അതിലേക്ക് ഇത്രയും മോശമായ രീതിക്ക് എഴുതാനുള്ള ധൈര്യം വന്നില്ലേ? അപ്പൊ അതെന്തായാലും നല്ല ഡോക്ടറെ കാണുന്നത് നല്ലതാ. ഇത് മാത്രല്ല, നമ്മുടെ അയൽവക്കക്കാര് ഫുള്ള് എന്താ പറഞ്ഞതെന്നറിയോ, നമുക്ക് അവരെ കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും കാണിക്കണം. നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, അവര് മുഖം നമുക്ക് ഇവര് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, അത്രേ വേണ്ടു. നമുക്ക് വേറെ ഒന്നും അവര് അടുത്തുള്ളവർ പറഞ്ഞ എന്താണെന്നറിയോ, ഈ അടുത്ത അയൽവക്കാര് ഒരാളും ചെയ്യരുത്. പിന്നെന്താ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ ചേച്ചിമാര് പറഞ്ഞു കുറ്റിച്ചൂലെടുത്തിട്ട് പോയി തല്ലും വന്നു. മക്കളെ പറഞ്ഞതിന് കുറ്റിച്ചൂലെടുത്തിട്ട് തല്ലാനും എല്ലാരും വന്ന് അവരെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ തപ്പോഴൊന്ന് പോയുള്ളൂ. അപ്പോ അവര് പറ്റാതെ, കാരണം മക്കളുടെ കാര്യത്തിലാണ് എല്ലാവർക്കും പ്രശ്നം. മക്കളുടെ കാര്യത്തിലാണ് എന്നെ പറഞ്ഞത് യോഗാണ്. ഇനിയിപ്പോ നമുക്ക് ദൈവം തരുന്ന യോഗം നമുക്കൊരു വിഷയമല്ല, അതൊരു വിഷയമല്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ടല്ലോ, എന്ത് ചെയ്തിട്ടാണ് ഇത്ര വൈകൃതം പിടിച്ചൊരു മെസ്സേജ് ഇട്ടത്? ഞങ്ങൾ എന്താണ് ചെയ്തത്? ഇത്രയൊക്കെ രോഷം കൊള്ളാൻ പാകത്തിന് ഞങ്ങൾ എന്താണ് ചെയ്തത്? ആ വ്യക്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയെ, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം കാണിക്കുകയെ, എന്ത് ചെയ്തിട്ട് അത്ര രോഷം കൊള്ളുന്നു? 8 പേര് ലൈക്ക് അടിച്ചു, അവള് വിധവയാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഷിച്ച മനസ്സല്ല, കുറേ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ദുഷിച്ച മനസ്സോടെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് ദുഷിച്ചത് എന്തും തോന്നുള്ളൂ. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു കുടുംബമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അമ്മുൻ്റെ സ്കൂളിൽ പോകുമ്പോൾ, അച്ഛൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ പറയുന്നത് എന്താണെന്നറിയോ, കുടുംബമായിട്ട് വീഡിയോ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടേന്നാണ് പറയുന്നത്. കാട്ടിക്കൂട്ടലുകളില്ല, ഏച്ചുകെട്ടലുകളില്ലാതെ ഒരു വീഡിയോ, ഒരു മാതൃകാപരമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളാണെന്നാ പറയുക അല്ലേട്ടാ. കാരണം ആ മക്കളെ വെച്ചിട്ടും നമ്മുടെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾക്കും ഒരു ദോഷം വരുത്താതെ, നമ്മൾ ഈ പറഞ്ഞ അടുത്ത വീട്ടിലൊരു വിശേഷം പോലും നമ്മൾ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ ഒരു കാര്യം പോലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെ തോന്നുക കേട്ടോ. ഒന്നിനോടും ഒരു താല്പര്യമില്ല. സത്യം പറയാച്ചാ ഇന്നലെയൊക്കെ വൈകുന്നേരം വരുമ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരവസ്ഥ, എന്തൊക്കെയോ സംഭവിച്ചതുപോലെ മൈൻഡൊക്കെ ആകെ ഡൗണായി. എന്തോ ഒരു പോലെ വരുന്ന വഴിക്ക് ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട്, എന്നിട്ടും കൂടി അത് ഉഷാറാവണില്ല. നമ്മൾ ആ പഴയ രീതിക്ക് എത്തുന്നില്ല. എന്തോ ഒന്നിനും തോന്നില്ല. ആകെ ഒരു മൂടിക്കെട്ടി, ആകെ ഒന്നിനും വയ്യാത്ത, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു. എന്തിനു വേണ്ടി ഇത് ചെയ്ത്? സത്യത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളിത് ചെയ്തത്? ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറഞ്ഞത്? അത്ര മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ, എനിക്കാണ് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ മണ്ടത്തരം നിങ്ങളിത് ചെയ്യില്ലായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലാവില്ലേ എന്നറിയില്ല. പക്ഷെ നമ്മളില്ലേ, അപ്പുറത്തുള്ളവരോ അല്ലെങ്കിൽ ആരും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളോ നമ്മുടെ അയൽവാസികളോ നമുക്കറിയാത്തവരോ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ വായ കൊണ്ട് വിട്ട വാക്ക്, അതേപോലെ നമ്മുടെ ഓരോ പ്രവൃത്തി അവരൊക്കെ എന്തിനാണ് സങ്കടാക്കാൻ നിൽക്കുന്നത്? നമ്മൾ പിന്നെന്താ നാശാവരുതേ. ഞങ്ങളൊക്കെ സത്യം പറയാ, ഞാനൊക്കെ സത്യം പറയാച്ച ഞാൻ ചിന്തിക്കുക എങ്ങനെയാണെന്നറിയോ, എന്താ നമുക്ക് ദൈവം ഇനി നന്നാവൻ സമയം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അസുഖങ്ങളില്ലാതിരിക്കട്ടെ, അടുത്തുള്ളവരെങ്കിലും നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയുള്ളൂ. ഇന്നേ വരെ കേട്ടോ, നിങ്ങൾക്ക് ചിലർക്കില്ലേ എന്താ ചിന്തിക്കുന്നുണ്ടാവും, ഈ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഓരോരുത്തരെ ഇന്ന ആൾക്കാരെ ഇന്നൊരു തൊടാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ വരുമ്പോൾ ഇന്നൊരു മാറിപ്പോണല്ലേ കേട്ടാ. ഇപ്പോൾ ചിലർ പറയുന്ന പോലെ വലിയ പൈസ ഉള്ളവർ താഴെയുള്ള ആൾക്കാരുടെ താഴെ നിൽക്കണം. അതൊന്നല്ല, പൈസ ചില സമയത്ത് കടലാസിൻ്റെയും കൂടിയും വില ഉണ്ടാവില്ല. നമ്മളുടെ ദൈവാനുഗ്രഹം, അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ വലിയവരാക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യമാണ് കേട്ടോ, കൂടുതൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ പ്രവൃത്തി, നമ്മൾ നല്ല ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ 4 ആൾ അംഗീകരിക്കുക തന്നെ ചെയ്യും.
ഇല്ല അപ്പോൾ ഞാൻ കുറേ പൈസ ഉണ്ടായി, എൻ്റെ പ്രവൃത്തി നന്നല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. ഇപ്പം നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? ഇന്നലെ മുതൽ എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നെ നേരിട്ട് അറിയണവരുണ്ട്, നേരിട്ട് അറിയാത്തവരുണ്ട്, എൻ്റെ കുടുംബങ്ങളുണ്ട്, എൻ്റെ അയൽവാസികളുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്നത് എന്താ, നമ്മളെങ്ങനെയാണെന്ന് അവർക്ക് അറിയും കൊണ്ടാണ്. ഇപ്പോഴടക്കം വന്നിട്ട് പറഞ്ഞു ചൂലും കെട്ട് എടുത്തിട്ട് അടിക്കണം, ഞങ്ങൾ വരാട്ടോ. അപ്പോൾ അതെന്തും കൊണ്ടാണ്, നമ്മൾ അവരൊക്കെ ചേർത്ത് നിർത്തണം കൊണ്ടാണ്. നമ്മളെന്താണെന്നറിയോ, ആർക്കും ദോഷം വരാതിരിക്കാൻ ചിന്തിക്കുക, നമുക്ക് പറ്റണ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നല്ലത് ദോഷം ചെയ്യാതിരിക്കുക. ആർക്കായാലും നല്ലത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. അതന്നെ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദ്രോഹിക്കലല്ല, അവനതിന് മുന്നേറണമെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ളവർ ആരെങ്കിലും ജീവിക്കുന്നുണ്ട് അസൂയപ്പെട്ടിട്ടും ഇതുപോലെയുള്ള കമൻറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ജീവിക്കണം അല്ലെങ്കിൽ മുന്നേറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ വളർച്ചയില്ല, മറ്റുള്ളവരുടെ ജീവിതം കണ്ടൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതുപോലെ എല്ലാവർക്കും ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളും ഈ ലോകത്തുണ്ടല്ലോ. ഒരാൾക്ക് മാത്രം നീ അങ്ങനെ ജീവിക്കുക, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊക്കോന്ന് പറഞ്ഞിട്ടൊന്നും ആരും പറഞ്ഞു വിടുന്നല്ല. ബാക്കിയുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ശ്രമിക്കുക. അല്ലാണ്ട് അസൂയം കൊണ്ടോ കുശുമ്പോ കൊണ്ടോ മറ്റുള്ളവരെ പ്രാഗിട്ടോ പറഞ്ഞിട്ടോ മറ്റുള്ളവരെ തെരുവാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നും കിട്ടില്ല. എന്തായാലും നിങ്ങൾ വരും, വെളിച്ചത്ത് നിങ്ങൾ വരുത്തും. അതിനു വേണ്ടി കാത്തിരിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഊണില്ല, ഉറക്കില്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ചേക്കണ ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ട സമയത്താണ്. ഞങ്ങൾ ഇത്ര ടെൻഷൻ അതുപോലെ ഒരു മരണ വീടിന്റെ എല്ലാ അന്തരീക്ഷം നിങ്ങൾ തന്നു. അതിനെന്തായാലും തിരിച്ച് നമ്മൾ അതുപോലെ സങ്കടപ്പെടാനൊരു അവസ്ഥ നിങ്ങൾക്ക് ദൈവം തരും. വെറുതെ അല്ല, നിങ്ങളുടെ മുഖമെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അന്നേ നിങ്ങൾ പഠിക്കൂ ഈ ചെയ്തത് തെറ്റാണ്. തെറ്റിന്റെ ആഴം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ അറിയണം. അത് വൈകാണ്ട് അറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. ദൈവം തരട്ടെ. ഒന്നും ആയിട്ടില്ല. എല്ലാം എത്തുന്നിടത്തെല്ലാം സേഫായിട്ട് എത്തിയിട്ടുണ്ട്. കമന്റ് ഇട്ട ധൈര്യം എന്താ വേഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? അങ്ങനെയുള്ള ധൈര്യശാലിയായ ആള് ഈ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ 2 ലക്ഷത്തിന്റെ മുകളിൽ ജനങ്ങൾ കണ്ട ഈ കമന്റ് നിങ്ങൾ എന്തിനു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? നിങ്ങൾക്ക് എന്താ പച്ചക്ക് കത്തിക്കണ്ടേ? നിങ്ങൾ കാണണ്ടേ? എന്താ അപ്പോ കാരണം നിങ്ങൾ എന്തായാലും ഒരു ദിവസം മറ നീക്കി വരും. അധികം വൈകാതെ തന്നെ ബാക്കിയൊക്കെ കാണാം, വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ